ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൃദുല കാര്യങ്ങൾ ഇന്ദുവിനോട് പറയാണ്. സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ എൻ്റെ ഒന്ന് ഇടഞ്ഞു പോയി, എന്തുകൊണ്ട് എന്നിങ്ങനെ മൃദുലയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, രാഹുലിനെ എനിക്ക് വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നീ 1 കോടി രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അത് തരുമെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ വയറ്റിലുള്ള കുരുന്ന് ജീവനെയും കൂടി ഇല്ലാതാക്കണ്ടേ എന്ന് ഓർത്തപ്പോൾ ഒരു വിഷമം മനസ്സിനോട് തോന്നിയെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ആകെ ഞെട്ടിപ്പോവാണ് ഇങ്ങനെ ഇന്ദു. അപ്പോൾ ഈ സമയം എനിക്ക് രാഹുലിനെ വിട്ടുതരുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല. കാരണം ഇന്ദു, നീ ഒരു പാവം കുട്ടിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ചോദിച്ച പണം ഒരു മടിയും കൂടാതെ നിങ്ങൾ 1 കോടി രൂപ നിങ്ങളും നിങ്ങളുടെ അച്ഛനും തരാൻ തയ്യാറായി. 1 കോടി ചോദിച്ചാലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ അത് തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുന്ന സമയത്ത് മൃദുലയ്ക്ക് ഒരു വാക്ക് കൊടുക്കണം കേട്ടോ. തീർച്ചയായും ഞാനും രാഹുലേട്ടനുമായുള്ള വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കും. ഞങ്ങൾ തമ്മിൽ ഡിവേഴ്സ് ആവും. നിനക്ക് നിന്റെ രാഹുലിനെ തിരിച്ചു തരും. നിന്റെ കുഞ്ഞിന് അച്ഛനില്ലാതെ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുന്ന അച്ഛാ. ഇനി അമ്മ പറ, എന്താണ് ഞാൻ ഈ ചെയ്യേണ്ടത്? ഞാൻ ഒരു കുഞ്ഞിനെ കളയാൻ നിന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കണോ? അമ്മ പറ, എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ, ഒരിക്കലും മോളെ ഞാൻ അങ്ങനെ പറയില്ല. നീ ഇനി അവനുമായുള്ള ബന്ധം വേണ്ട. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിധിയുണ്ടായിരിക്കാം. എന്തായാലും നീ എടുക്കുന്ന തീരുമാനം തന്നെയാണ് ശരി. പിന്നെ കോടികൾ കൊടുത്തിട്ടല്ലല്ലോ അമ്മേ എനിക്ക് എൻ്റെ ഭർത്താവിനെ കിട്ടേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗോകുൽ പറയണേ, ഇവളുടെ തീരുമാനമാണ് അമ്മേ ശരി. ഇവളുടെ തീരുമാനം എന്തോ അതാണ് ശരി. ഇനി എൻ്റെ ഇന്ദുവിൻ്റെ ജീവിതം മുന്നോട്ട് എന്ത് എന്നുള്ളത് നിങ്ങൾ ആരും ഓർത്ത് ദുഃഖിക്കണ്ട. ദൈവം അവൾക്കൊരു വിധി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ജാതകദോഷത്തിൻ്റെ പേരും പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തിയിട്ട് ഇപ്പോൾ അവൾക്ക് എന്താ കിട്ടിയത്? അതുകൊണ്ട് അവളുടെ സമയമാകുമ്പോൾ അവളുടെ വിവാഹം നടക്കും. അവൾക്ക് ഏകിയ വരൻ എവിടെയാണെങ്കിലും അവിടെ അവൻ വന്ന് ഇവളുടെ കഴുത്തിൽ താലി കെട്ടും. അതുവരെ എൻ്റെ മോള് പഠിക്കട്ടെ എന്നും പറഞ്ഞ് ഗോകുല് സച്ചിയോടും സാവിത്രിയോടും ആവശ്യപ്പെടുമ്പോൾ അതിലൊരു അർത്ഥമുണ്ടെന്ന് അവർക്കും തോന്നാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ മുരുകനെയാണ് കാണിക്കുന്നത്. മുരുകൻ വണ്ടിയുമായി പാഞ്ഞെത്താണ് സുശീലയുടെ മുന്നിലോട്ട്. അപ്പോൾ ഈ സമയം സുശീല അകത്താണ്. ഇതേ സമയം സത്യനും പ്രതിഭയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ മുരുകൻ ഇടിച്ച് കീറുമ്പോൾ, ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാനാരാണെന്ന് നിൻ്റെ അമ്മക്കറിയാം എന്നിങ്ങനെ സത്യനോട് പറയുന്നു കേട്ടോ. ആ ഭാഗത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ സത്യന് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഉടൻ തന്നെ ഇത് മുരുകനാണോ എന്നിങ്ങനെ പ്രതിഭ ചോദിക്കുകയാണ്. അപ്പോൾ സത്യനൊന്ന് അന്താളിപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുരുകൻ തന്നെ. അപ്പോഴേക്കും പ്രതിഭ പറയാണ്, സത്യേട്ടാ ഇത് അമ്മിണി കുഞ്ഞമ്മയുടെ പേരക്കുട്ടിയാണ് ഇവൻ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ കേട്ടിട്ട് ാണ് സുശീല അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സുശീലയാണെങ്കിലോ കയറി വന്ന ഉടനെ തന്നെ ഇനി എന്ത് ചെയ്യും? ഉള്ളിലോട്ട് വരയാനും പറ്റില്ല. അവൻ എന്നെ കണ്ണിൽ അകപ്പെട്ടിരിക്കുന്നു. അതും സത്യൻ്റെ മുന്നിൽ. ഈശ്വര പെട്ടല്ലോ എന്ന ആ ഭാവത്തോടു കൂടി നിൽക്കണം കേട്ടോ. ഇതേ സമയം മുരുകൻ വന്ന് പറയുന്നത്, അതെ നിങ്ങൾ എനിക്ക് പണം തരാമെന്ന് പറഞ്ഞ് നിങ്ങളും ആ സ്ത്രീയും കൂടി പറ്റിച്ചിട്ട് ഒരു കൊട്ടേഷൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും പോലീസ് നിങ്ങളെ കേസെടുത്ത് ഉള്ളിലാക്കേണ്ട ആ ഒരു കൊട്ടേഷനാണ് നിങ്ങൾ എനിക്ക് തന്നത്. എന്നിട്ടും നിങ്ങൾ എന്നെ പണം തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നോ എന്നിങ്ങനെ പറയുമ്പോൾ സുശീല ആകെ പേടിക്കണം കേട്ടോ. ആര് എപ്പോൾ എന്ത്? ഞാനൊന്നും നിങ്ങളെ ഒരു പണി ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഇതേ തള്ള നിങ്ങൾ കളി എന്നോട് കളിക്കണ്ട. നിങ്ങളും ആ പെണ്ണും കൂടിയിട്ട് എന്നോടൊരു കൊട്ടേഷൻ, ഒരു മാഷിൻ്റെ ബാഗെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അത് നിങ്ങൾ തട്ടിയെടുപ്പിച്ചിട്ട് പിന്നെ അതിലൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പണം തരാതെ നിങ്ങൾ രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കേസാക്കുമെന്ന് പറയുന്നിട്ടോ. ഇതേ സമയം സത്യം ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, നീ നിൻ്റെ അമ്മയോട് തന്നെ ചോദിക്കുക, അവരാണല്ലോ ഈ കുനിഷ്ഠ ബുദ്ധി ഒപ്പിച്ചത് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒക്കെ പ്രതിഭയുടെയും സത്യൻ്റെയും മനസ്സിൽ കടന്നു പോവാണ്. ഇതാ ബാഗുമായി സംബന്ധമായ എന്തോ പ്രശ്നമാണെന്ന്. എന്നാൽ സുശീല ആണെങ്കിൽ ഈശ്വര പെട്ടല്ലോ, ആരുടെ മുന്നിൽ സത്യം അറിയരുതെന്ന് കരുതി അവരുടെ മുന്നിൽ തന്നെ എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ ഇതിനുത്തര എന്ത് നൽകുക എന്ന് പറഞ്ഞ് സുശീല ആകെ ടെൻഷനോട് കൂടി നിൽക്കണം കേട്ടോ. പിന്നീട് ഇങ്ങനെ അനുപമയാണ് കാണിക്കുന്നത്. അനുപമ ഇരുട്ടിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാണ്, ഈശ്വര എന്തായിരിക്കും ആ ബാഗിൻ്റെ പിറകിൽ? അത് തന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ 100 വട്ടം ചോദിച്ച് കൊണ്ടിരിക്കുന്ന ആ ചോദ്യം തന്നെ എന്ന ആ ഒരു പേടിയോടുകൂടി അനുപമ ഇരിക്കുമ്പോഴാട്ടോ മാഷിൻ്റെ കയറി വരവ്. അങ്ങനെ അച്ഛ വന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഇത്രയും നേരം വഴുകിയത് എന്തായി? ഞാൻ ചീരുവിൻ്റെ അടുത്തും ദയയുടെ അടുത്തൊക്കെ പോയതുകൊണ്ട് തന്നെ നേരം വഴുകി. എന്തായാലും മഞ്ചാടി മോൾ എത്തിയിട്ടുണ്ട്. അവൾ കിടന്നു എന്ന് പറയട്ടോ. എന്തായാലും അച്ഛന് ഞാനൊരു ചായ എടുക്കാമെന്ന് പറയണം. ശരി മോളെ എന്നും പറഞ്ഞ് മാഷി ഇങ്ങനെ അനുപമയുടെ അടുത്തോട്ടിരിക്കണം കേട്ടോ. അങ്ങനെ ചായയൊക്കെ കൊടുത്ത് എന്താണ് ദയയുടെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ദയക്ക് കുഴപ്പമൊന്നുമില്ല, ദയ പഴയ ദയമോളായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ടതില്ല. അവൾ ശബരിക്ക് മുന്നിൽ ഇനി വാശിയും ദേഷ്യവും ഒന്നും കാണിക്കില്ല. ശബരിയുടെ വീട്ടിൽ അച്ചടക്കത്തോടു കൂടി അവൾ നിന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആ ഒരു സമാധാനം ഇനി നമുക്കായി എന്ന് അനുപമ പറയാണ്. പിന്നെ
അച്ഛ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇന്ന് ഞാൻ ഇന്ദ്രട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇന്ദ്രൻ്റെ വീട്ടിലോ? എന്തിനാ നീ ഇന്ദ്രൻ്റെ വീട്ടിൽ പോയത്? അതച്ഛാ, ഞാൻ എൻ്റെ മോൻ്റെ ജനന സർട്ടിഫിക്കറ്റും പിന്നെ എൻ്റേതായ കുറച്ച് സർട്ടിഫിക്കറ്റുകളും ഉണ്ടായിരുന്നു. അത് ഇനി അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ആ സ്ത്രീ അത് കത്തിക്കാൻ പോലും മടിക്കില്ല. അതുകൊണ്ട് അച്ഛാ ഞാൻ അത് എടുക്കാൻ പോയത്. പക്ഷേ അതവിടെ എടുക്കാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കാര്യം ഞാൻ അവിടെ കണ്ടു എന്ന് പറയാനേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ മാഷി ചോദിക്കും, എന്താ നീ അവിടെ കണ്ടത്? അതെ, അവിടെ അച്ഛൻ്റെ കയ്യിലുള്ള ഒരു ബാഗ് ഞാൻ അവിടെ കണ്ടു. ആ ബാഗിൻ്റെ സത്യങ്ങൾ പറയാണ്. കട്ടിനടിയിൽ ആ ബാഗ് ഒളിപ്പിച്ച് വെച്ചതും പിന്നീട് അത് എടുത്തിട്ട് എൻ്റെ അച്ഛൻ്റെ ബാഗാണെന്ന് പറഞ്ഞതും, അപ്പോൾ അവിടെ ആർക്കും ഉത്തരം തരാനില്ലാത്തതും സുശീല പോലും നീ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് പറഞ്ഞതും എന്നൊക്കെ അനുപമ മാഷിന് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയാണ്, അത് അവർ തന്നെ, ആ സ്ത്രീ തന്നെ എൻ്റെ കയ്യിൽ ബാങ്കിൽ നിന്നും പണമെടുത്ത് വരുന്ന ഞാനാണെന്ന് കരുതി എൻ്റെ കയ്യിൽ നിന്നും ആ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിലൊന്നുമില്ല, ദൈവം എൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ അതിലൊന്നുമില്ല എന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി. ഒന്നെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ അവരുടെ മകൻ, അതല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നെന്ന് പറയട്ടോ. ഇതേ സമയം അവിടെ ഉടൻ തന്നെ അനുപമ പറയാണ്, അച്ഛാ എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇന്ദ്രേട്ടൻ ഇത് അറിഞ്ഞും കൊണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. പല തെറ്റുകൾക്കും ഇന്ദ്രേട്ടൻ കുട പിടിച്ചു കൊടുക്കുകയുള്ളൂ. എല്ലാ തെറ്റുകളും തൻ്റെ അമ്മ ചെയ്തു എന്ന് അറിയുമ്പോൾ അതിനെ കുട പിടിച്ചു കൊടുക്കും. പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടാവുക സുശീല മാത്രമായിരിക്കില്ല, ആ തള്ള മാത്രമായിരിക്കില്ല. പിന്നെ ആരാ മോളെ നിനക്ക് സംശയം? ഹർഷയും സുശീലയും കൂടി ഒരുമിച്ച് ചെയ്ത പ്രവൃത്തിയാണ്, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നാൽ ഈ സമയം മാഷി ഇത് വെറുതെ വിടാൻ തീരുമാനിക്കുന്നില്ല. മാഷി എന്തായാലും കള്ളൻ എന്നായാലും അകത്ത് കയറും, ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ ഇനി അനുഭവിക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനം മാഷി എടുക്കുന്നു. പിന്നീടാണെങ്കിൽ പ്രതിഭയാണ് കാണിക്കുന്നത്. പ്രതിഭ തൻ്റെ അച്ഛനും അമ്മക്കും കാര്യങ്ങൾ വിളിച്ച് പറയാണ്. കാരണം മുരുകൻ ഇവിടെ വന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി പ്രതിഭ തൻ്റെ അച്ഛനെ വിളിച്ചിരിക്കുകയാണ്. അച്ഛാ, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ മോളെ? ഇവിടെ മുരുകൻ വന്നു എന്ന് പറയാനേട്ടോ. ആണോ? അവൻ അവിടെ എത്തിയോ? അപ്പം എന്താ അച്ഛാ അങ്ങനെ പറയുന്നത്? അത് ഇവിടെ വന്നിരുന്നു, ഇവിടെ ഞങ്ങളാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അപ്പൊ അച്ഛ എന്താ പറയുന്നത്? അതെ, ആ മാഷിന്റെ ബാഗ് തട്ടിയെടുക്കാൻ സുശീല കൂട്ടു നിന്നിരിക്കുന്നു. സുശീലയാണ് ആ മാഷിന്റെ ബാഗ് തട്ടാൻ ശ്രമിച്ചത് എന്ന് പറയണേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ഏകദേശം കാര്യങ്ങൾ സത്യമായി. അതുകൊണ്ട് തന്നെ പ്രതിഭ എന്നെ ശരിയച്ഛ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് സത്യനോട് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താണ്. എന്നിട്ട് പ്രതിഭ പറയുന്നുണ്ട്, സത്യത്തിന് ഇതിൽ ഇടപെടേണ്ടവർ തന്നെ ഇടപെട്ടോളൂ, എങ്കിലാണ് അമ്മക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സത്യത്തിന് എന്ത് ചെയ്യുമ്പോഴും അതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും സത്യേട്ടനെ തള്ളിക്കളയുന്നതിനേക്കാൾ ഇത് ഇവിടെ ഇന്ദ്രേട്ടൻ തന്നെ ചോദ്യം ചെയ്യട്ടെ. കാരണം ഇന്ദ്രേട്ടൻ്റെ റൂമിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബാഗ് മാഷിൻ്റേതാണെന്നും അറിഞ്ഞാൽ ഇന്ദ്രേട്ടനാണ് ആ ബാഗ് തട്ടിമാറ്റിയെന്ന ആരോപണം വരും. അതുകൊണ്ട് ഇന്ദ്രേട്ടൻ തന്നെ ഇതിന് ഉത്തരം പറയട്ടെ എന്ന് പ്രതിഭ പറയുമ്പോൾ അതിൽ സത്യനും ഒരു സത്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി സുശീലയും ഹർഷയും ഇരുമ്പഴിക്കുള്ളിൽ പോകുന്ന പണികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും മുരുകൻ ഇനി വെറുതെ വിടില്ല. മുരുകൻ ഓരോ ദിവസവും ചെല്ലും തോറും ഹർഷയുടെയും ഈ പറയുന്ന സുശീലയുടെയും വീട്ടിൽ കയറി ഇറങ്ങുക തന്നെ ചെയ്യൂട്ടോ.